ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വസിഷൻ പ്രോഗ്രാം ഈ ലാബ് എന്ന ചാനലിൽ എ ടു ഇസഡ് ചലഞ്ച് എന്ന പേരിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ധാരാളം പേര് അത് കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എ ടു ഇസഡ് ചലഞ്ചിലെ 11 പാർട്ടുകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. ഈ ചാനലിൽ ഇതിനു മുൻപ് തന്നെ ഗ്രാമർ സംബന്ധമായ സ്ട്രക്ചറലായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ലളിതമാക്കിക്കൊണ്ട് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്തവർക്കും തീർത്തും, അതായത് ഇംഗ്ലീഷിനെ സംബന്ധിക്കുന്ന ABC അറിയാൻ പാടില്ലാത്ത ആർക്കും പഠിക്കാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളാണ്. അതെല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം. പാർട്ട് 11 അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. വെർബിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഏതും നമുക്ക് കൃത്യമായി എഴുതുകയും കൃത്യമായി പറയുകയും ചെയ്യാൻ സാധിക്കും. വോക്കൽ പ്രാക്ടീസ് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. അങ്ങനെ എല്ലാവരെയും ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള, എല്ലാവരെയും ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യാനും പ്രാപ്തരാക്കത്തക്ക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ പാർട്ട് 11 എന്ന് പറയുന്നത് വെർബിൻ്റെ 5 രൂപങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. വെർബിൻ്റെ 5 രൂപങ്ങളിൽ ആദ്യത്തെ 2 രൂപങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാവുന്നവർക്ക് പോലും തെറ്റ് വരാൻ സാധ്യതയുള്ളതാണ് ആദ്യത്തെ ഈ ബേസ് ഫോമും എസ് ഫോമും. അതിൻ്റെ യൂസേജ് വളരെ ലളിതമായ രീതിയിൽ അത് പറഞ്ഞ് ക്ലാസ് എടുത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണണമെന്ന് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് വെർബ് ആണ്, ഈ 5 രൂപത്തിലുള്ള വെർബുകളാണ് സെൻറ്റൻസിലെ എല്ലാം സമയം തീരുമാനിക്കുന്നതും അതിൻ്റെ ആശയം തീരുമാനിക്കുന്നതും ഒക്കെ. അപ്പോൾ വെർബിനെ കുറിച്ചുള്ള ആഴമായ അറിവ് നമുക്കുണ്ടാകണം. ബേസ് ഫോമും എസ് ഫോമും നമുക്ക് എപ്പോഴും സംശയങ്ങളും കൺഫ്യൂഷനും ജനിപ്പിക്കുന്നതാണ്. അത് ഒരിക്കലും ഓർമ്മയിൽ നിന്ന് മായാത്ത രീതിയിൽ അത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ കാണണം, നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. എല്ലാവരും ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് വരണം. വളരെ നിസ്സാരമായി ഇംഗ്ലീഷ് പഠിക്കണം. താഴെ കാണുന്ന ഒരു പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് നേരെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. 11 പാർട്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആർക്കും ആ ക്ലാസ്സിലേക്ക് കയറാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പ്രയോജനപ്പെടുത്തണം. ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും പഠിക്കണം. നമുക്ക് പരിചയമുള്ളവരെയും നമ്മുടെ സുഹൃത്തുക്കളെയും ഒക്കെ ഈ ലോകത്തിലേക്ക് നമുക്ക് ക്ഷണിക്കണം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.